സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന ഒരു സാധനമുണ്ട്. എത്ര തന്നെ നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞാലും സ്റ്റാറ്റിസ്റ്റിക്സിനെ, അതായത് ഫാക്ടുകൾ നമുക്ക് വാദിച്ച് മാറ്റാൻ പറ്റാത്ത സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ ഉണ്ട്, റൈറ്റ്? സോ ആള് പറഞ്ഞത് എന്താ വെച്ചാല് സ്ത്രീകളും പെട്രിയാർക്കിയുടെ ഭാഗമാണ്. ഓഫ് കോഴ്സ് ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈയിങ് ടു സേ. പക്ഷേ ഈ പെട്രിയാർക്കി എവിടെ നിന്ന് വന്നു എന്ന് പറയണ്ടേ? അല്ല, ഒറ്റ കാര്യം, I am not someone who is interested in shouting here, so hear me out once. ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്ത്രീകളെ ഒരു പ്രൊട്ടക്റ്റഡ് ക്ലാസ് ആക്കി മാറ്റണം എന്നത് ഒരു നിയമത്തിന്റെ മാത്രം കാര്യമല്ല. സ്ത്രീ ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റഡ് ക്ലാസ് ആയിരുന്നു എത്ര 1,00,000 വർഷം മുമ്പ് പോലും. കാരണം എന്താ വെച്ചാൽ ചില ബയോളജിക്കൽ സയന്റിസ്റ്റിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സയന്റിസ്റ്റിൻ്റെ ഒക്കെ തിയറീസ്, ഇപ്പം റോയ് ബോമിസ്റ്ററിനെ പോലുള്ള ആളുകൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ എന്നും കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ 2 ട്രൈബ് എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഒരു ട്രൈബിൽ ഒരു പുരുഷനും 50 സ്ത്രീകളുമാണെന്ന് വിചാരിച്ചോളൂ. മറ്റൊരു ട്രൈബിൽ 50 പുരുഷന്മാരും ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചോളൂ. ഇതിൽ ഏത് ട്രൈബിൻ്റെ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക? അല്ലെങ്കിൽ അവരുടെ ജനറേഷണൽ ഗ്രോത്ത് ഇതിൽ ഏതിനാ കിട്ടുക? അപ്പം ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പണ്ട് മുതൽക്കേ, ആ ട്രൈബൽ സംസ്കാരമുള്ള കാലം മുതൽക്കേ സ്ത്രീയെ ഒരു പ്രൊട്ടക്റ്റഡ് ക്ലാസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി അത് കാണുന്നുണ്ട്. അത് ഇന്നും കാണുന്നുണ്ട് എന്നുള്ള പ്രശ്നം. കാരണം ഇപ്പോഴും പുരുഷന് ഒരു പ്രൊട്ടക്ഷനും ഇല്ല ഇവിടെ. കാരണം പുരുഷന് സംരക്ഷിക്കാനുള്ള നിയമങ്ങളില്ല. ആ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, മെൻസ് റൈറ്റ്സ് കമ്മീഷൻ ആയിക്കോട്ടെ എന്നൊരാൾ പറയും, മറ്റൊരാൾ പറയും മെൻസ് റൈറ്റ്സ് കമ്മീഷൻ വേണ്ട എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഫെമിനിസത്തെ ഏതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫെമിനിസം തിയറി ഏതാണ്? കാരണം ഫെമിനിസം തന്നെ പല തരത്തിലുള്ള ഒരു തിയറീസ് ഉണ്ട്. ഒന്ന് ലിബറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, കമ്മ്യൂണിസ്റ്റ് ഫെമിനിസം, പിന്നെ ഈ സോഷ്യൽ പല തരത്തിലുള്ള ഫെമിനിസം ഉണ്ട്. Which is the one that you are subscribing to? Because you said I support men's rights, but she is saying she doesn't want men's rights commission. So നിങ്ങൾക്ക് രണ്ട് തിയറീസ് ആണ്. നിലവിലെ സംവിധാനത്തിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, വേറെ നിയമം വേണം എന്ന് പറഞ്ഞു. സ്ത്രീകളെ സംരക്ഷിക്കുക. അപ്പൊ നിലവിലെ സംവിധാനത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്നത് ഉറപ്പല്ലേ? രണ്ടുപേരും വനിതകളെ സംരക്ഷിക്കാൻ വേണ്ടി നിലവിൽ വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഈ വനിതകൾ ഇപ്പൊ ഈ പുരുഷൻ കമ്മീഷൻ വേണമെന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല? 90 കാലഘട്ടത്തില് വനിതാ കമ്മീഷൻ വെക്കാൻ വേണ്ടി പുരുഷന്മാർ സമരം ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ സഹിക്കുന്നത്. നമ്മൾ ഈ ഇടയ്ക്ക് പുരുഷ കമ്മീഷൻ ചർച്ച ചെയ്തു. നമ്മൾ അതിലോട്ട് മേഖല എന്ന് പറയുന്നത് മാനസികാരോഗ്യമാണ്. അപ്പൊ ഇവിടെ സ്ത്രീ പുരുഷ കമ്മീഷൻസ്, അതായത് ഒരു പുരുഷ കമ്മീഷൻ വന്നാൽ ആത്മഹത്യയാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. അത് കുറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജോലിയിൽ ഞങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരുമോ? പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് പുരുഷ കമ്മീഷൻ കേൾക്കൂ? എന്തുകൊണ്ട് പുരുഷ കമ്മീഷൻ ഞാൻ പറഞ്ഞു തരാം. അനവധി ചെറുപ്പക്കാർ വ്യാജ പരാതികളിൽപ്പെട്ട് 498 കേസുകളിൽപ്പെട്ട് എൻ്റെ അടുത്ത് വരുന്നു. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ജയിൽവാസം വരെ അനുവദിച്ചുകൊണ്ട് വരുന്നു. പോക്സോ കേസുകൾ, അനവധി ചെറുപ്പക്കാർ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ഗോവിന്ദാപുരത്ത് ദീപക്കിന് വേണ്ടി ആദ്യമായി പരാതി കൊടുത്ത അഡ്വക്കേറ്റാണ് ഷിംജിതക്കെതിരെ. അനവധി ചെറുപ്പക്കാർ സൂയിസൈഡ് ചെയ്യുന്നു. ഞങ്ങൾക്കും വേണം റൈറ്റ്, പുരുഷധർമ്മ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഞങ്ങൾക്കും വേണം ഇവിടെ. ഞങ്ങളത് കൊണ്ടുവന്നിരിക്കും. എന്തെതിർത്താലും ഞങ്ങളത് കൊണ്ടുവന്നിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.